ടും ടു ഡും ടു ഡും ടു ടും ടു ഡും ടു ടു ഡു. ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫസ്റ്റ് എൻ്റെ ടും ടു ഡും ടു ഡും കേട്ടിട്ട് നിങ്ങളെല്ലാവരും ചിരിച്ചോ എന്ന് എനിക്കറിയില്ല, എന്നാൽ ഞാൻ അത് കണ്ടിട്ട് ചിരിച്ചു. അപ്പോൾ നമുക്ക് ചെറിയൊരു പുഞ്ചിരിയോടെ ഈ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിലിൽ കണ്ട പോലെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം ഞാൻ എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ ദിവസം തേഴ്സ്ഡേ ആണ്. ഞാൻ ഓൾറെഡി ഡ്രസ്സൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നാണെങ്കിൽ കോളേജിലേക്ക് പോകണം. എൻ്റെ മെയിൻ ഉദ്ദേശം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കണ്ടൻറ്റ് എൻ്റെ കോളേജ് ലൈഫ് ഒന്ന് ചെറുങ്ങനെ കാണിക്കുക എന്നാണ്. കാരണം ലാസ്റ്റ് ഡേ ആണ് ഇന്ന് കോളേജിൻ്റെ. ഇനി കുറച്ച് തമാശ മാറ്റി വെച്ചിട്ട് സീരിയസ് ആയിട്ട് സംസാരിക്കല്ലേ. നമ്മുടെ ഈ കോളേജ് ലൈഫ് പറയുന്നത് ഒരു നിസ്സാര പരിപാടിയല്ല കേട്ടോ. ഇതിലേക്ക് കടന്നവർക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കുറേ ട്രാജഡി അനുഭവിക്കും, പിന്നെ കുറേ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും, അതുപോലെ തന്നെ വർക്ക് പ്രഷർ ഉണ്ടാവും. ഇതുകൂടാതെ പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ കോളേജിൽ. നമുക്ക് ചില സന്തോഷം തരുന്ന നിമിഷങ്ങളും നമ്മുടെ കോളേജ് ലൈഫിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് ലൈഫിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. ലൈഫ് എന്ന് ഉദ്ദേശിച്ചത് ഒരുപാട് ഘട്ടത്തിലൂടെ നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത് കാണിച്ചില്ലെങ്കിൽ പിന്നെ എനിക്കിത് ഒരിക്കലും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ വീഡിയോ എന്തായാലും എടുക്കണം എന്ന് വിചാരിച്ച് രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നാളെയാണ് ഞാൻ നാട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ സന്തോഷം എന്തായാലും എൻ്റെ ഫേസിൽ കാണാതിരിക്കില്ല. ഞാൻ അത്രയും ഹാപ്പിയാണ് എൻ്റെ ഉള്ളതുകൊണ്ട്. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഫാമിലീനെ കാണാനും എൻ്റെ ഏട്ടനോട് സംസാരിക്കാനൊക്കെ കൊതിയായിട്ട് വയ്യ. അപ്പോൾ ആ കൊതി എൻ്റെ ഫേസിലുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഹാപ്പി ആയിട്ടാണ് എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. പിന്നെ ഞാനിപ്പോൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ അപ്ലൈ ചെയ്തതിന് ശേഷം എൻ്റെ ഫേസിൻ്റെ ഗ്ലോ കാണിക്കാനാണ് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിച്ചത്. പക്ഷേ ഗ്ലോ പോയിട്ട് പിമ്പിൾസൊക്കെ അങ്ങോട്ട് പൊന്തി നിൽക്കുകയായിരുന്നു ചെയ്തത്. വേറെ ഒന്നല്ല, എനിക്ക് പീരീഡ്സ് ആയിട്ട് ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ. എന്നെപ്പോലെ ഇവിടെ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. എൻ്റെ ഫേസേ പിമ്പിൾസിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ചിട്ട് ഞാൻ എങ്ങനെയൊക്കെ കുറയ്ക്കണോ അത് അപ്പം തന്നെ വരും ചെയ്യും. പിന്നെ പിമ്പിൾസിനെ കുറിച്ച് എനിക്ക് ഇത്രയേ പറയാനുള്ളൂ, കൂടുതലൊന്നും പറയട്ടെ ഒരു കാര്യമില്ല. അപ്പോൾ നമുക്ക് ഫുഡ് എന്താണ് പോയി നോക്കാം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത പുതിയ ഫ്രണ്ട്സിനോടാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അവരാരും എൻ്റെ PG ചിലപ്പം കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് എടുക്കുന്നത് കേട്ടോ. ഇനി കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോട്ടെ, ഇതിലൂടെയൊക്കെയല്ലേ കാണാൻ പറ്റുള്ളൂ. ഇനി ഞാൻ കുറച്ച് PGനെ കുറിച്ച് പറഞ്ഞു തരാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ബാംഗ്ലൂർ കെങ്കേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇതാണ് പ്രീതി PG. പിന്നെ ഇവിടുത്തെ റെൻറ്റും കാര്യങ്ങളൊക്കെ എന്നോട് ഒരുപാട് പേര് ചോദിച്ചതാണ്. അപ്പം ഞാൻ ഈ വീഡിയോയിലൂടെ തന്നെ അത് പറയാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആൾക്കാരെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ടാണ് പൈസ കുറയുന്നത്. ഇപ്പം ഞാനിപ്പോൾ 2 ഷെയറിംഗ് ആണ് നിൽക്കുന്നത്. എനിക്ക് വരുന്നത് ഏകദേശം 7,000 റുപ്പീസാണ്. അത് ഓരോരുത്തരെ ലൈക്ക് ഇപ്പോൾ 3 മെമ്പേഴ്സ് വരുമ്പം അവിടെ 6,500 ആയിരിക്കും ഫീസ് വരിക. അങ്ങനെയാണ് ഇവിടെ ലൈക്ക് ഇവിടുത്തെ PG ലൈഫ്. വേറെ എവിടെയെങ്കിലും എന്താ അവസ്ഥ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഈ PGൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഫുഡ് നിങ്ങൾ കണ്ടില്ലേ, പുലാവ് ആയിരുന്നു ഇന്നത്തെ ഫുഡ്. എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല, ഇനി കഴിച്ചു നോക്കട്ടെ എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടോ എന്ന്. പിന്നെ കൂടെ ഉള്ളത് ടീ. അങ്ങനെ ഞാനിതാ കഴിക്കാൻ പോകുന്നു. എന്ത് എക്സ്പ്രഷൻ ആയിരിക്കും എൻ്റെ ഫേസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക, നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടാവില്ല. ഇനി അഥവാ നിങ്ങളത് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ മായ്ച്ചളഞ്ഞേക്ക് കേട്ടോ, ചിന്തിക്കേണ്ട. അപ്പോൾ ഇതാ ഞാൻ ചവച്ചൊന്ന് ഇറക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്കതിൻ്റെ ടേസ്റ്റ് മനസ്സിലായത്. എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. സാധാരണ ഉണ്ടാക്കുന്ന ആ ലെവലിൽ പോലും എത്തിയിട്ടില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനൊരു 5-6 ഉരുള കഴിച്ചിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു. പിന്നെ കൂടുതലുള്ള ടീയും ഒട്ടും കൊള്ളൂലായിരുന്നു ഇന്നത്തത്. എന്ത് പറ്റിയത് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ അതും ഞാനൊരു 4-5 സിപ്പ് കുടിച്ചിട്ട് അതും അവിടെ വെച്ചു. അപ്പോൾ രാവിലത്തെ ദിവസം തന്നെ ഇങ്ങനെ ഇരുന്ന് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ഗൈസ് ഞാൻ സമയം നോക്കിയത്. എനിക്ക് കോളേജിൽ എത്തേണ്ട സമയം ഏകദേശം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് വേഗം തീർത്തിട്ട് വേണം പോകാൻ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് റെഡി ആയിട്ട് വരാം. ടാടാ. അതിൻ്റെ ടൈമിങ്ങും അങ്ങോട്ട് തെറ്റി. ഇനി സാരമില്ല, പോട്ടെ. അപ്പോൾ ഇതാ ഞാൻ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ലുക്കൊക്കെ കണ്ടില്ലേ, ഇങ്ങനെയാണ് ഞാൻ കോളേജിൽ പോണത്. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് കോളേജിൽ പോകുമ്പോൾ. വേറെ ഒന്നല്ല, ID കാർഡ്. അങ്ങനെ ID കാർഡ് ധരിച്ച് ഞാനിവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ നിങ്ങളെൻ്റെ കോളേജ് ലൈഫ് കാണാൻ എക്സൈറ്റഡ് ആണോ? ഇനി ആവാത്തവരാണെങ്കിലേ ഒന്ന് ആയിക്കോളൂ കേട്ടോ. കോളേജ് ലൈഫ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ലൈഫിലെ പ്രഷ്യസ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ആണ്. ഇപ്പം നിങ്ങളും കോളേജ് ലൈഫൊക്കെ ആലോചിക്കുന്നുണ്ടെങ്കിലേ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇനി ഇന്ന് കോളേജ് വിട്ടിട്ട് വന്നിട്ടാണെങ്കിൽ ഒരുപാട് വർക്ക് തീർക്കാനുണ്ട്. കാരണം നാളെ എന്ന് പറയുന്നതാണ് ഞങ്ങളുടെ എക്സാമിൻ്റെ ദിവസമാണ്. അന്ന് വേണം എല്ലാ കാര്യങ്ങളും സബ്മിറ്റ് ചെയ്തിട്ട് വേണം നാട്ടിലേക്ക് തിരിക്കാൻ. അതുകൊണ്ട് തന്നെ കുറച്ച് ആ കാര്യങ്ങൾ ചെയ്ത് തീർക്കാണ്ട്. അതുപോലെ പാക്കിങ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ആ ടെൻഷനും എനിക്കുണ്ട്. അങ്ങനെ എന്തായാലും ആ ടെൻഷനോടെയാണ് ഞാൻ കോളേജിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
ഇനി ഞാൻ പഠിക്കുന്നത് എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ സുരാന കോളേജിലാണ്. എൻ്റെ ഹോസ്റ്റലിന് ഇവിടേക്കൊരു 20 മിനിറ്റ് നടക്കാനുണ്ടായിരിക്കും. ഞാൻ രാവിലെ എപ്പോഴും ബസ്സിലാണ് പോവാറ്. വൈകിട്ട് തിരിച്ചു പോകുമ്പോൾ നടക്കാറാണ് പതിവ്. ഒരു എക്സസൈസും ആവില്ലോ. അപ്പോൾ എൻ്റെ കോളേജ് എല്ലാവരും കണ്ടില്ല, ഒരു കുട്ടി കോളേജാണ്, പക്ഷെ മനോഹരമാണ്. ലൈക്ക് അവിടുത്തെ ടീച്ചേഴ്സ് ആയാലും അറ്റ്മോസ്ഫിയർ ആയാലും നല്ല രസമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പേഴ്സണലി. അപ്പോൾ ഇതാണ് ഞങ്ങളെ 4th സെമ്മിൻ്റെ ക്ലാസ് റൂം കേട്ടോ. അപ്പോൾ ഞാൻ എത്തിയപ്പോൾ ആകെ 3-4 കുട്ടികളോ എത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ മാക്സിമം വീഡിയോ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ആ ക്ലാസ് റൂമിൻ്റെത്. അതുപോലെ തന്നെ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ സംഭവം കാണിക്കാൻ വിചാരിക്കുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട്സുകളുടെ ഫോട്ടോ വിത്ത് നെയിമും കൂടി എഴുതിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും പരിചയപ്പെടാം. അപ്പോൾ തുടക്കം ഇവിടെ നിന്നാവട്ടെ. ഇവളാണ് തൻവി, ഞങ്ങളുടെ ഹിന്ദിക്കാരത്തി. പിന്നെ ഞങ്ങളുടെ ക്ലാസ്സിൽ ആകെ 2 ബോയ്സാണ് ഉള്ളത്. അതിലൊരുത്തനാണ് ഇവൻ്റെ പേരാണ് കുനാൽ. ഇനി അടുത്ത കൊച്ചിനെ കണ്ടാലോ? അവളാണെങ്കിൽ പാവം പനിച്ച് വയ്യാതെ കിടക്കുകയാണ്. എന്നാലും ഞാൻ ചെറുങ്ങനെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇവളാണ് ശ്രേയ, ഞങ്ങളുടെ ഫസ്റ്റ് ഇയർത്തെ ലീഡറും കൂടിയാണ് കേട്ടോ. അങ്ങനെ ഇതാ ബാക്കിയുള്ളവരും കടന്നു വരാൻ തുടങ്ങി. സോ ദ നെക്സ്റ്റ് വൺ, ചൈതന്യ, ഞങ്ങളുടെ ക്ലാസ്സിലത്തെ റൗഡിയാണ് കേട്ടോ. ആള് നിസ്സാരക്കാരിയല്ല. ഇനി ഞങ്ങളുടെ ക്ലാസ്സിൽ ആകെ മലയാളി സൈഡ് 4 കുട്ടികളേ ഉള്ളൂ. അതിലൊന്ന് മേഴ്സി. ഈ 4 കുട്ടികളിൽ ഒന്ന് ഞാനാട്ടോ. പിന്നെ ഇതാ പിന്നിൽ വരുന്നൊരു കുട്ടി, അവളും മലയാളിയാണ്. അപ്പോൾ അവളും പരിചയപ്പെടാം. ഇവളാണ് ആർദ്ര. ഈ 2 മലയാളി കുട്ടികളും വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ് കേട്ടോ. പിന്നെ എല്ലാ ക്ലാസ്സിലും കാണില്ലേ മോസ്റ്റ് ബ്രില്യൻറ്റ് അല്ലെങ്കിൽ ഇൻ്റലിജൻറ്റ് ആൾക്കാർ, അതിലൊന്നാണ് കേട്ടോ ഇവൾ. അപ്പോൾ ഇതാണ് പ്രേരണ. അവളോട് പിന്നെ എനിക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിൽ ചോദിക്കാം, എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവൾ പറഞ്ഞു തരും. ഇതാണ് അടുത്ത ആൾ, സിന്ധു, ഞങ്ങളുടെ ക്ലാസ്സിലെ കൊമേഡിയൻ. ആ തുടക്കത്തിൽ തന്നെ വരുന്ന വരവ് നിങ്ങൾ കണ്ടില്ലേ. ഇനി അടുത്തത് രുചിസ്മിത എന്നാണ് പേര്. ഇനി ഞങ്ങളുടെ ക്ലാസ്സിലെ ക്യൂട്ട് ഗേളിനെ കണ്ടാലോ? ഇവളാണ് കോമൽ. ഇനി അടുത്തത് ഞങ്ങളുടെ ഈ 2nd ഇയറിൻ്റെ ക്ലാസ് ലീഡറെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ക്ലാസ് ലീഡർ വൈഷ്ണവി. ഇനി ഞങ്ങളുടെ ടീച്ചേഴ്സ്മാരും സാറുമാരും പരിചയപ്പെട്ടാലോ? പരിചയപ്പെടുന്ന മുന്നേ ഇപ്പോഴത്തെ ക്ലാസ്സിൻ്റെ അവസ്ഥയാണ് ഞാൻ കാണിച്ചിരുന്നത്. ഇന്ന് എല്ലാവരും വന്നിട്ടില്ല കേട്ടോ, കുറച്ച് കുട്ടികളെ വന്നിട്ടുള്ളൂ. അപ്പോൾ ഉള്ളവരെ വെച്ചിട്ട് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ബാക്കിയുള്ളവരെ നാളെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ HOD സുദർശൻ സാർ. അപ്പോൾ ഇന്നത്തെ സുദർശൻ സാറിൻ്റെ ക്ലാസ് ഞങ്ങളിതാ ചിരിയോട് കൂടിയാണ് അവസാനിപ്പിച്ചത്. നിങ്ങൾക്ക് കാണാലോ സാർ എത്രമാത്രം ചിരിക്കുന്നു എന്ന്. ഇനി അടുത്തത് ഞങ്ങളൊരു ടീച്ചറിലേക്ക് പോകാം. ഇതാണ് ഞങ്ങളുടെ ശ്രീദേവി മാം. ഇവിടെ എനിക്ക് തോന്നുന്നു മെജോറിറ്റി സാറാണുള്ളത്, ടീച്ചേഴ്സ് കുറവാണ്. അപ്പോൾ അതിൽ ഏകൊരു ടീച്ചറാണ് ഈ ശ്രീദേവി മാം. അങ്ങനെ ഈ 2 ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഉച്ചയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ലഞ്ചിൻ്റെ കൂടെ ഞാൻ വെള്ളം എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ വാട്ടർ ബോട്ടിൽ മറന്നുപോയി എടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഒരു കുപ്പി മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ക്യാൻറ്റീനിലേക്ക് പോയി. ഇതാട്ടോ ഞങ്ങളുടെ ക്യാൻറ്റീൻ്റെ ആ ഭാഗം. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഒരു കുപ്പി വെള്ളവും അതുപോലെ ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു മധുരത്തിന് വേണ്ടിയിട്ട് കേട്ടോ, ഒരു മഞ്ചോ മഞ്ചല്ല, അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, ഒരു മിഠായി മേടിച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കോളേജിൻ്റെ ഉൾഭാഗമൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇനി ആർക്കെങ്കിലും ഒന്ന് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗപ്പെട്ടാലോ, അതുകൊണ്ടാണ് കേട്ടോ ഇത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതാ ഈ സ്ഥലത്തു കൂടിയൊക്കെ നടക്കുമ്പോഴല്ലേ, ഇനി ഇത് കുറച്ച് കാലം കഴിയുമ്പോൾ എൻ്റെ ഒരു വെറും മെമ്മറി ആയിട്ട് നിൽക്കേണ്ട സംഭവമാണ്. ഇപ്പം ഞാൻ അതിൽ കൂടെ ജീവിക്കുകയാണ്. അപ്പോൾ അതൊന്ന് ഞാൻ ക്യാപ്ചർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരിക്കലും കിട്ടാത്തത് കൊണ്ട് മാത്രം. അപ്പോൾ ഇതാ അവിടെ കണ്ടില്ലേ നിങ്ങളൊരു MSc എന്നുള്ളത്, അത് ഞങ്ങളുടെ സ്റ്റാഫ് റൂമാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഓടി വന്ന് ഭക്ഷണം കഴിക്കാൻ ഇരുന്ന്, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കണ്ണും മൂക്കൊന്നും കാണുന്നില്ല വിശന്നിട്ട്. അതുകൊണ്ട് വേഗം പോയിട്ട് ഭക്ഷണം കഴിച്ചു. എനിക്കറിയാം ഭക്ഷണം കൊള്ളില്ല എന്ന്, പക്ഷെ വിശന്നാൽ നമ്മളല്ലാതെ ആവുമെന്ന് പറഞ്ഞ ഡയലോഗൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ ഞാനല്ലാതെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം പോയിട്ട് ഭക്ഷണം കഴിച്ചു കേട്ടോ. അങ്ങനെ അതും കൂടി ചെറുങ്ങനെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി കൂടുതൽ ഇതിനെക്കുറിച്ചിട്ടൊന്നും പറയണമെന്നില്ലല്ലോ. അപ്പോൾ ഇത്രയുള്ളൂ. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് എന്തായാലും കാണാം കേട്ടോ. ബൈ. ഞാൻ മാക്സിമം ഒറ്റ സ്ട്രെച്ചിലാണ് ഈ ഓഡിയോ കൊടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ക്ഷമിക്കണം കേട്ടോ. പിന്നെ എനിക്ക് നാളെ എക്സാമും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് മാക്സിമം സ്പീഡാക്കി ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ എഫേർട്ട് നിങ്ങൾ കാണാതെ പോകരുത് കേട്ടോ. ഒരു ലൈക്കുകളൊന്ന് ചെയ്യണേ, അറ്റ്ലീസ്റ്റ് കണ്ടവരാണെങ്കിൽ. ഈ വീഡിയോ കണ്ടിട്ട് എന്നെപ്പോലെ സിമിലറായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം ഇതാ ഞാൻ കൈ കഴുകുന്ന സമയത്ത് ഈ എന്തെങ്കിലും ഒരു മിറർ കണ്ടാൽ മതി. പിന്നെ എനിക്ക് കുറച്ച് ക്യൂട്ട്നെസ് വാരിയരുത്, വിതറുന്നൊരു സ്വഭാവമുണ്ട്. അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ക്യൂട്ടായിട്ടുണ്ടോ ചോദിച്ചാൽ എനിക്കറിയില്ല. പിന്നെ ഞാൻ സ്റ്റാഫ് റൂമിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ഒന്ന് കാണിച്ചു തരണമെന്ന് ഞാൻ വിചാരിച്ചു. അത് എന്നെക്കൊണ്ട് സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കുറച്ചൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കാണിക്കാതെ പോയ ഒരു സാറാണ് കേട്ടോ ഇത്, രവി സാർ.
ഈ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സാറിൻ്റെ ക്ലാസ്സും ജസ്റ്റ് കൊമഡിയൻ ലൈക്കാണ്. ഇവർ 3 ആളാണ് മെയിൻ. ഇനി ഇത് കൂടാതെ വന്ന കുറച്ച് പേരുണ്ട്, അപ്പോൾ അവരും കൂടി ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു. പരസ് സാർ ആൻഡ് വർഷ മാം. സാറിനെ കുറിച്ച് പറയാനാണെങ്കിൽ സാറാണ് ഇപ്പോൾ എൻ്റെ മെൻറ്റർ. വർഷ മാമിനെ കുറിച്ച് പറയാനാണെങ്കിൽ മാം ഞങ്ങളുടെ സീനിയർ ആയിരുന്നു, ഇപ്പോൾ ഇതാ വർക്ക് ചെയ്യുന്നു ഇവിടെ. അത് ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര അഭിമാനം തോന്നുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതാ ഇന്നത്തെ ഓൾമോസ്റ്റ് വർക്കൊക്കെ ഞാൻ ചെയ്ത് തീർത്തിട്ടുണ്ട്. അപ്പോൾ ബൈ ഗൈസ്.